Dear friends, welcome back to my channel. ഇന്ന് നമ്മൾ മൂന്നാമത്തെ ക്ലാസ്സാണ് പഠിപ്പിക്കുന്നത്. ഓൾറെഡി നമ്മൾ 2 ക്ലാസ് കഴിഞ്ഞു. അതിൽ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിലെ റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ് ഇതിനെയൊക്കെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അതിൻ്റെ പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ആ ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ്സും കണ്ടിട്ടില്ലെങ്കിൽ ആ ക്ലാസ് ഒന്ന് കണ്ടതിന് ശേഷം മാത്രമേ ഇത് കാണാവൂ. എന്നാലേ നമുക്ക് ഈ പ്രോബ്ലംസ് പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഞാൻ പ്രോബ്ലത്തിലേക്ക് കിടക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് റിഫ്ലെക്സീവ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനാണ്. അതിനു മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യണം. അതായത് നമുക്ക് തന്നിരിക്കുന്നത് R is equal to xy ordered pair xy such that 3x minus y equal to 0. ഇതിനെ നമ്മൾ ഓർഡേർഡ് പെയർസ് കണ്ടുപിടിക്കണം. എങ്ങനെ? ആദ്യം ഞാൻ എഴുതാൻ പോകുന്നത് ശ്രദ്ധിച്ചോണം കേട്ടോ. 3x minus y equal to 0 എഴുതി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എഴുതാം 3x equal to y ആണല്ലോ. നമുക്ക് തന്നിരിക്കുന്ന ഈ സെറ്റുകൾ എന്ന് പറയുന്നത് എക്സിന്റെ വാല്യൂസ് ആണ്. എന്നിട്ട് നമ്മൾ അതിന്റെ കറസ്പോണ്ടിങ് y കണ്ടുപിടിച്ചിട്ട് ഓർഡേർഡ് പെയർ എഴുതിയതിനു ശേഷമാണ് എന്ത് കണ്ടുപിടിക്കുന്നത്? റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് കണ്ടുപിടിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിലെ ഓരോ നമ്പേഴ്സും ഇതിലിട്ട് കൊടുത്തിട്ട് കറസ്പോണ്ടിങ് y കണ്ടുപിടിക്കാൻ പോകും. ചെയ്യാലോ നമുക്ക്? അപ്പോൾ 3 × 1 = y. ആദ്യത്തെ 1 ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 = y എന്ന് കിട്ടും. നമുക്കിവിടെ കിട്ടുന്ന ഓർഡേർഡ് പെയർ എന്ന് പറയുന്നത് എന്താണ്? 1 3. അതായത് ഓർഡർ നമ്മൾ എഴുതുമ്പോൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എക്സ് കോർഡിനേറ്റ്സ് വേണം ആദ്യം എഴുതാൻ, പിന്നെയാണ് എന്ത് ചെയ്യേണ്ടത്? വൈ കോർഡിനേറ്റ്സ് എഴുതേണ്ടത്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്, എന്നാലും ഞാനൊന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. അപ്പോൾ 1 3 ആയി. ഓക്കെ അല്ലേ? ഇനി ഞാൻ എക്സിന് 2 ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ 3x = y. അപ്പോൾ ഇവിടെ ഇതിങ്ങനെ എഴുതണമെന്നില്ല. അടുത്തത് ഇതിലിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? 3 × 2 = y. ദാറ്റ് ഈസ് 6 = y. ഇവിടെ എന്ത് ഓർഡേർഡ് പെയർ കിട്ടും? 2 6 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അതിനുശേഷം നമ്മൾ അടുത്തത് 3 × 3 = y. ഇവിടെ എന്ത് വരും? 9 = y എന്ന് വരും. ഇവിടെ കിട്ടുന്ന ഓർഡേർഡ് പെയർ 3 9 എന്നാണ്. എക്സെട്ര എക്സെട്ര. നമുക്ക് വേണമെങ്കിൽ 4ന്റെ കൂടി കണ്ടുപിടിച്ചേക്കാം അല്ലേ? 3 × 4 = y. ദാറ്റ് ഈസ് 12 = y എന്ന് കിട്ടും. അപ്പൊ ഇവിടെ കിട്ടുന്ന ഓർഡേർഡ് പെയർ എന്താണ്? 4 12 ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾ ഈ ഓർഡേർഡ് പെയർസ് എല്ലാം കൂടി ഒന്ന് കളക്ട് ചെയ്ത് എഴുതാൻ പോവാണ്. സെറ്റ് 1 3 2 6 3 9 4 12 എക്സെട്ര. സെറ്റ് കംപ്ലീറ്റ്. എന്താ എക്സെട്ര ആയിട്ടത്? നമുക്ക് പറഞ്ഞിരിക്കുന്നത് 1 2 3 എക്സെട്ര അപ് ടു 13 14 വരെ ഉണ്ട്. അപ്പോൾ 14 വരെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം ഒരു 4 എലമെന്റ്സ് ഇട്ട് അതിന്റെ കറസ്പോണ്ടിങ് y കണ്ടുപിടിച്ച് ഓർഡർ പെയർ എഴുതിയാൽ മതി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് റിഫ്ലെക്സീവ് ആണോ എന്ന് കണ്ടുപിടിക്കണം. ഈ റിഫ്ലെക്സീവ് ആകണം എന്നുണ്ടെങ്കിൽ അതിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ജനറൽ കേസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. A belong to R for all A element of A ആണല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ നോക്കിക്കേ, ഓർഡേർഡ് പെയർസ് ഇവിടെ എന്താ? എ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? എ എന്ന് പറയുന്നത് റിലേറ്റഡ് ടു എ. എ ഈസ് റിലേറ്റഡ് ടു എ എന്നാണ് ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എ ഈസ് റിലേറ്റഡ് ടു എ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് നോക്കിയാൽ മതി? അങ്ങനെ ഓരോ എലമെന്റ്സും, അതായത് നമുക്ക് തന്നിരിക്കുന്ന ആറിലുള്ള എലമെന്റ്സ് ഏതൊക്കെയായിരുന്നു? 1 2 3 എക്സെട്ര 13 14 അല്ലേ? അപ്പൊ ഇതില് ഓരോ എലമെന്റ്സിനും ഇവിടെ എന്തുണ്ടാവണം? ഓരോ എലമെന്റ്സിനും റിലേഷൻ ഉണ്ടാവണം, അല്ലെങ്കിൽ ബന്ധം ഉണ്ടാവണം. നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് എന്ന് പറഞ്ഞാൽ 1 2 3 എക്സെട്ര 13 14 ആയിരുന്നു. അപ്പൊ അത് ആ ഓരോ എലമെന്റ്സും വെച്ചിട്ട് നമ്മുടെ കറസ്പോണ്ടിങ് ഓർഡേർഡ് പെയർ കണ്ടുപിടിച്ചു. ഇവിടെ നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ നോക്കുമ്പോൾ അറിയാം എന്താണ്? ഒരു എലമെന്റ്സും ഒന്നിനോട് റിലേറ്റഡ് അല്ല അല്ലേ? 1 3 2 6 3 9 4 12 എന്നാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ പറയാൻ പറ്റും. എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഈസ് നോട്ട് റിഫ്ലെക്സീവ്. ഓക്കെ അല്ലേ?
ഓക്കെ അല്ലേ? ഇനി വേണമെങ്കിൽ ഒന്നുകൂടി ഞാൻ പറഞ്ഞേക്കാം. ആദ്യം നമ്മൾ തന്നിരിക്കുന്ന സെറ്റ് ഏതായിരുന്നു? നമ്മുടെ സെറ്റ് 3x - y = 0. ആ പ്രോബ്ലംസിനെ ക്വസ്റ്റ്യൻ ഇവിടെ ബോർഡ് ചെറുതായതുകൊണ്ടാണ് അത് നമുക്ക് എഴുതാൻ ബുദ്ധിമുട്ട്. അപ്പോൾ അതിനനുസരിച്ച് r = 1 2 3 etc. സെറ്റ് എഴുതി. പിന്നെ എന്ത് ചെയ്തു? അതിൻ്റെ ഓർഡർ പെയർ 1 3 2 6 3 9 4 12 അങ്ങനെ അത് കണ്ടുപിടിച്ചു. റിഫ്ലെക്സീവ് ആകണമെങ്കിൽ എന്ത് വേണം എന്നാണ് പറഞ്ഞത്? റിഫ്ലെക്സീവ് ആകണമെങ്കിൽ a is related to a ഓർഡർ പെയർ a element of r for all a element of a ആവണം. അപ്പോൾ a എന്ന് പറഞ്ഞാൽ എന്താ? a is related to a, അതായത് നമ്മുടെ സെറ്റിലുള്ള ഓരോ എലമെന്റ്സും അതിനോട് തന്നെ ഒരു റിലേഷൻ ഉണ്ടാവണം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോഴേ അറിയാം അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് റിഫ്ലെക്സീവ്. എന്നിട്ട് നമ്മൾ എഴുതണം, ജനറൽ കേസായിട്ട് എഴുതാവുള്ളൂ, അല്ലാതെ ഈ നമ്പേഴ്സ് എഴുതിയാൽ മാർക്ക് കിട്ടത്തില്ല. നമ്മൾ എഴുതുമ്പോൾ എന്ത് എഴുതണം? ജനറൽ കേസായിട്ട് വേണം എഴുതാൻ. ഇറ്റ് ഈസ് നോട്ട് റിഫ്ലെക്സീവ് എന്താണ്? a ഓർഡർ പെയർ a നോട്ട് എലമെന്റ് ഓഫ് r എന്ന് എഴുതിയാൽ മതി. ഓക്കെ അല്ലേ? ദെൻ അടുത്ത കണ്ടുപിടിക്കേണ്ടത് എന്താണ്? സിമ്മട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? സിമ്മട്രിക്കിന്റെ ജനറൽ കേസ് എന്താ? ഓർഡർ പെയർ എ ബി ബിലോങ് ടു ആർ ഇംപ്ലൈസ് എന്ത് ഇംപ്ലൈ ചെയ്യണം? ഓർഡർ പെയർ ബി എ എലമെന്റ് ഓഫ് ആർ അല്ലേ? അപ്പോൾ ഇവിടെ ഓർഡർ പെയർസ് ചെക്ക് ചെയ്തേ. 1 3 2 6 3 9 4 12 etc. അല്ലേ? അപ്പൊ ഇവിടെ എന്താണ്? എ ബി ബിലോങ് ടു ആർ ഇംപ്ലൈസ് ബി എ. എ ഈസ് റിലേറ്റഡ് ടു ബി ആണ് ഇവിടെ ബി ഈസ് റിലേറ്റഡ് ടു എ. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഫസ്റ്റ് ആദ്യം ഓർഡർ പെയർസ് ഓരോന്ന് ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും. ആദ്യത്തെ ഓർഡർ പെയർ ചെക്ക് ചെയ്യുക എന്താ? 1 3 ഈസ് റിലേറ്റഡ് 1 ഈസ് റിലേറ്റഡ് ടു 3. ഓക്കെ, ശരിയാണ്. ഇനി നമുക്ക് എന്താ അതെന്ത് ഇംപ്ലൈ ചെയ്യണം? 3 ഈസ് റിലേറ്റഡ് ടു 1 ആവണം. അങ്ങനെ ഒരു എലമെന്റ്സ് അങ്ങനെ ഒരു ഓർഡർ പെയർ ഇവിടെ ഉണ്ടോ നോക്കി? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? 1 3 belong to R, that not implies 3a belong to R എന്ന് പറയാം. ഓക്കെ അല്ലേ? പിന്നെ അടുത്ത നോക്കിയേ 2 6 അല്ലേ? 2 6ഉം അതുപോലെ നോക്കാം. 2 6 എന്ന ഓർഡർ പെയർ അത് ബിലോങ് ടു ആർ ആണ്. പക്ഷേ 6 2 എന്ന് പറയുന്ന ഒരു ഓർഡർ പെയർ ഇവിടെ ഉണ്ടോ? അതുമില്ല. അപ്പൊ നമ്മൾ ഓരോന്ന് അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇറ്റ് ഈസ് നോട്ട് സിമ്മട്രിക്. ഓക്കെ അല്ലേ? ഇനി എന്താ അതിന്റെ ജനറൽ കേസ് എങ്ങനെ നമ്മൾ എഴുതണം? ഇങ്ങനെ ഇത് ആൻസർ എഴുതുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് സിമ്മട്രിക് എന്ന് എഴുതി വെച്ചാൽ പറ്റൂല. പിന്നെ എന്ത് എഴുതണം? എ ബി ബിലോങ് ടു ആർ ദാറ്റ് നോട്ട് ഇംപ്ലൈസ് ബി എ ബിലോങ് ടു ആർ. മനസ്സിലായല്ലോ? ഇംപ്ലൈ ചെയ്യുന്നില്ല. അങ്ങനെ ഒരു എലമെന്റ് അങ്ങനെ ഒരു ഓർഡർ പെയർ അവിടെ ഇല്ല. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നമ്മൾ ചെയ്യാം. ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ജനറൽ കേസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എ ബി ഓർഡർ പെയർ എ ബി ബിലോങ് ടു ആർ ബി സി ബിലോങ് ടു ആർ ഇംപ്ലൈസ് എ സി ബിലോങ് ടു ആർ. അപ്പൊ ഇതിൽ നോക്കുക, ഓർഡർ പെയർസ് ചെക്ക് ചെയ്യുക. ഫസ്റ്റ് ഓർഡർ പെയർ എന്താണ്? 1 3 എടുത്തു. 1 3 ഇസ് എലമെന്റ് ഓഫ് ആർ അല്ലെ? ഈ റിലേഷനിലല്ലേ ഉണ്ട്. ഇനി നമ്മൾ നോക്കുക, ഈ 3 വെച്ചിട്ട് വേറെ എലമെന്റ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം. അതായത് ഇവിടെ എ ബി അപ്പൊ 1 3 ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ബി സി. അതായത് ഇവിടുത്തെ ലാസ്റ്റ് എലമെന്റ് ഇവിടുത്തെ എന്ത് എലമെന്റ് ആയിട്ട് വരണം? ഫസ്റ്റ് എലമെന്റ് ആയിട്ട് വരണം. അപ്പൊ നമ്മൾ നോക്കിയേ 3 9 ഉണ്ടല്ലോ. നമുക്ക് എഴുതാം 3 9 ബിലോങ് ടു ആർ. എന്ത് ഇംപ്ലൈ ചെയ്യണം എന്നാണ് പറഞ്ഞത്? നോക്കൂ, ഇവിടെ എ ബി ബിലോങ് ടു ആർ ബി സി ബിലോങ് ടു ആർ ദാറ്റ് ഇംപ്ലൈസ് എ സി ബിലോങ് ടു ആർ. അതായത് ഇതിലെ ഫസ്റ്റ് എലമെന്റും ഇതിലെ ലാസ്റ്റ് എലമെന്റും അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇതിലെ ഫസ്റ്റ് എലമെന്റ് ഇതിലെ ലാസ്റ്റ് എലമെന്റ് 1 9 ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? നോട്ട് ഇംപ്ലൈസ് 1 9 ബിലോങ് ടു അല്ലേ? നമ്മുടെ ഇതിനകത്തില്ല. അപ്പോൾ ഇത് ഇങ്ങനെ എഴുതാപ്പോ ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതുന്നത്. നമ്മൾ കേസാണ് എഴുതേണ്ടത്. ഇങ്ങനെ എ ബി ബിലോങ് ടു ആർ ബി സി ബിലോങ് ടു ആർ ദാറ്റ് നോട്ട് ഇംപ്ലൈസ് എന്താണ്? എ സി ബിലോങ് ടു ആർ. ഓക്കെ അല്ലേ? ഒന്നുകൂടി പറയാം. നമുക്ക് തന്നിട്ടുള്ള സെറ്റ് ഒരു സെറ്റ് തന്നിട്ടുണ്ട്. ആർ ഇസ് ഈക്വൽ ടു നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചു. ഇനി ട്രാൻസിറ്റീവ് ആകണമെങ്കിൽ ജനറൽ കേസ് എന്താണ്? എ ബി ബിലോങ് ടു ആർ ബി സി ബിലോങ് ടു ആർ ഇംപ്ലൈസ് എ സി ബിലോങ് ടു ആർ എന്നാണ്. അതിന് നമ്മൾ ഇത് ഈ 1 3 ബിലോങ് ടു ആർ ആണ്, 3 9 ബിലോങ് ടു ആർ ആണ്. പക്ഷേ 1 9 ഇസ് നോട്ട് എലമെന്റ് ഓഫ്
R ആണ്. അപ്പോൾ നമുക്ക് it is not transitive എന്ന് പറയാം. പിന്നെയോ AB belong to R, BC belong to R, that not implies AC belong to R എന്ന് പറയാം. ഓക്കെ അല്ലേ? ഈ ഒരു പ്രോബ്ലം മനസ്സിലായല്ലോ എല്ലാവർക്കും. ഇനി അടുത്ത പ്രോബ്ലം ചെയ്യാം കേട്ടോ. Next question, relation R in the set Z of all integers defined as R is equal to set ordered pair xy such that x minus y is an integer. അതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. അത് ചെയ്യാൻ ഒന്നുകൂടി പറയാം. x belong to R എന്ന് എഴുതി, that implies x minus x equal to 0. അതെങ്ങനെ എഴുതിയതാ? ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എല്ലാ തന്നിരിക്കുന്ന സെറ്റ് ഓഫ് ഓൾ എല്ലാ സെറ്റിലുള്ള എലിമെന്റ്സ് ഒക്കെ എന്താണെന്ന് തന്നിട്ടുണ്ട്, ഇൻറ്റീജേഴ്സ് ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? x minus x equal to 0 എന്ന് പറയാം. അതെങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ x minus y is an integer എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഓർഡർ പേഴ്സ് ഇവിടെ രണ്ടും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ x minus x എന്ന് എഴുതാം. that equal to 0, therefore it is reflexive. ഓക്കെ അല്ലേ? ഇനി x y element of R implies എന്ത് പറയാം നമുക്ക്? x minus y is an integer. ഓക്കെ അല്ലേ? ഇതെന്ത് ഇംപ്ലൈ ചെയ്യും നമുക്ക്? y minus x is also an integer അല്ലേ? ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? yx element of R എന്ന് പറയാം. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നുകൂടി പറയാം, സിമെട്രിക് ആണോ ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ് വൈ എലമെന്റ് ഓഫ് ആർ എന്ത് ഇംപ്ലൈ ചെയ്യും? എക്സ് മൈനസ് വൈ ഈസ് ആൻ ഇൻറ്റീജർ. നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. അതിനെ എന്ത് ഇംപ്ലൈ ചെയ്യും? വൈ മൈനസ് എക്സ് എടുത്താലും എന്ത് തന്നെ? ഇപ്പൊ രണ്ട് ഇൻറ്റീജേഴ്സ് തമ്മിൽ മൈനസ് ചെയ്താൽ ഒരു ഇൻറ്റീജറാണ് കിട്ടുന്നത്. വേറെ ഇവിടെയും വൈ മൈനസ് എക്സ് ചെയ്താലും എന്ത് കിട്ടും? ഇൻറ്റീജർ തന്നെ കിട്ടും. അപ്പൊ നമുക്ക് എന്ത് പറയാം? വൈ മൈനസ് എക്സ് എലമെന്റ് ഓഫ് ആർ എന്ന് പറയാം. അപ്പൊ എന്ത് പറയാം ഇതിന്റെ ആൻസർ? ഇറ്റ് ഈസ് സിമെട്രിക് എന്ന് പറയാം. ഓക്കെ അല്ലേ? എന്ത് പറയാം നമുക്ക്? It is symmetric. നെക്സ്റ്റ് നമ്മൾ ആ ക്വസ്റ്റ്യൻ തന്നെ അതിന്റെ ട്രാൻസിറ്റീവ് ആണോ തെളിയിക്കാനാണ്. ട്രാൻസിറ്റീവ് എങ്ങനെയാ? ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് എക്സ് മൈനസ് വൈ ഈസ് ആൻ ഇൻറ്റീജർ എന്നാണ് കേട്ടോ. അത് ഓർത്തിരിക്കണേ. അപ്പൊ ഇവിടെ എക്സ് വൈ ബിലോങ് ടു ആർ, വൈ ഇസഡ് ബിലോങ് ടു ആർ implies എന്ത് പറയാം നമുക്ക്? x minus y is an integer and പിന്നെ എന്ത് പറയാം? y minus z is an integer. മനസ്സിലായോ? എന്താണ്? x y belong to r, y z belong to r എന്ത് ഇംപ്ലൈ ചെയ്യും? x minus y is an integer and y minus z is an integer എന്ന് പറയാം. ഇത് നമുക്ക് എങ്ങനെ പറയാം? x minus y plus y minus z is also an integer അല്ലേ? ഇനി നമുക്ക് അടുത്തത് എന്ത് പറയാം? ഈ മൈനസ് വൈയും ഈ പ്ലസ് വൈയും കൂടി കട്ട് ചെയ്ത് പോകും. അപ്പൊ നമുക്ക് എന്ത് പറയാം? x minus z is an integer. ഇത് എന്ത് ഇംപ്ലൈ ചെയ്യും? that implies x z belong to R അല്ലേ? എളുപ്പമല്ലേ? എങ്ങനെയാണ്? ഒന്നുകൂടി പറയാം. എക്സ് വൈ ബിലോങ് ടു ആർ, വൈ ഇസഡ് ബിലോങ് ടു ആർ എന്ത് ഇംപ്ലൈ ചെയ്യും? എക്സ് മൈനസ് വൈ ഈസ് ആൻ ഇൻറ്റീജർ ആൻഡ് എന്താണ് ഇംപ്ലൈ? പിന്നെന്താ? വൈ മൈനസ് ഇസഡ് ഈസ് ആൻ ഇൻറ്റീജർ എന്ന് പറയാൻ പറ്റും അല്ലേ? അതെന്ത് ഇംപ്ലൈ ചെയ്യും? ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് എഴുതുമ്പോഴും നമുക്ക് എന്താ കിട്ടുന്നത്? ഇൻറ്റീജർ ആണ് കിട്ടുന്നത്. അപ്പൊ എക്സ് മൈനസ് വൈ പ്ലസ് y minus z is also an integer. പിന്നെയോ അത് ഈ മൈനസ് വൈയും ഈ പ്ലസ് വൈയും കൂടി കട്ട് ചെയ്ത് പോകുമ്പോൾ എക്സ് മൈനസ് z എന്ന് കിട്ടും. എക്സ് മൈനസ് z is also an integer. അത് എന്ത് ഇംപ്ലൈ ചെയ്യും? എക്സ് z belong to R for all x, y, z belong to R എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇത് ട്രാൻസിറ്റീവ് ആണെന്ന് പറയാം. നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് ട്രാൻസിറ്റീവ് ആണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തൊക്കെയായിരുന്നു? സിമെട്രിക്കുമാണ്, പിന്നെ ഇത് റിഫ്ലെക്സീവുമാണ്, സിമെട്രിക്കുമാണ്, ട്രാൻസിറ്റീവുമാണ് ആണല്ലോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. ഇത് ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പിന്നെ നല്ല രീതിയിൽ പരീക്ഷയ്ക്കൊക്കെ എഴുതാൻ പറ്റുള്ളൂ, അല്ല നമുക്ക് മറന്നു പോകും. അതുകൊണ്ട് ഈ മാത്സിന് ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികളൊക്കെ എന്ത് ചെയ്യണം? ഇതൊന്ന് എഴുതി പഠിച്ച് തുടക്കത്തിൽ തന്നെ എഴുതി പഠിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും. അതുകൊണ്ട് ഇത് നല്ല രീതിയിൽ ഒന്ന് എഴുതി പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് the relation R in R defined as R is equal to set AB, ordered pair AB such that A less than or equal to B is reflexive and transitive but not symmetric.
അതാണ് ക്വസ്റ്റ്യൻ. എന്താണ് നമുക്ക് തന്നിരിക്കുന്ന കേസ് എങ്ങനെയാണ്, നമുക്ക് തന്നിരിക്കുന്ന റിലേഷൻ എങ്ങനെയാണ്? എ ഇത് ഇതാണ് നമ്മൾ നോക്കേണ്ടത്. എ ബി ഓർഡർ പെയർ എ ബി സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. റിഫ്ലെക്സീവ് ആണോ എന്ന് നോക്കണം, ട്രാൻസിറ്റീവ് ആണോ എന്ന് നോക്കണം. പക്ഷെ ഇതെന്തല്ല എന്ന് പറയണം, സിമെട്രിക് അല്ലെന്ന് പറയാൻ വേണം. ഓക്കെ അല്ലേ? അപ്പോ റിഫ്ലെക്സീവിന്റെ കേസ് എന്താണ്? എ എ ബിലോങ് ടു ആർ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? എ ലെസ് ദാൻ ദാറ്റ് ഇംപ്ലൈസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഈസ് ഓൾസോ ബിലോങ് ടു ആർ ആണല്ലോ. അതെങ്ങനെ വന്നു? ഇവിടെ നോക്കിയേ, എ ബിലോങ് ടു ആർ, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എലമെന്റ് ഓഫ് ആർ എന്ന് പറഞ്ഞാൽ ഇവിടെ എ ഈക്വൽ ടു ബി ആണ്. അതായത് ഇവിടെ നമുക്ക് നമ്മൾ പറഞ്ഞിരിക്കുന്നത് റിഫ്ലെക്സീവിന്റെ കേസിൽ ഓർഡേർഡ് പെയർസ് രണ്ടും ഈക്വൽ ആവണം എന്നാണ്. ഇവിടെ ഒരു കേസ്, ഇവിടെ രണ്ട് കേസാണുള്ളത്, രണ്ട് റിലേഷൻ ആണുള്ളത്. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്നാണ്. അപ്പോൾ എ ഈക്വൽ ടു ബിയിൽ ഇത് സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് റിഫ്ലെക്സീവ് എന്ന് പറയാം. പറഞ്ഞിരിക്കുന്നത് നോട്ട് സിമെട്രിക് എന്ന് കാണിക്കാൻ പോവാണ്. അപ്പൊ അത് നോക്കിയേ, എ ബി ബിലോങ് ടു ആർ എന്ന് ഇംപ്ലൈ ചെയ്യും. ഇത് ഈ റിലേഷൻ അനുസരിച്ച് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എലമെന്റ് ഓഫ് ആർ ആണെന്ന് പറയാൻ വയ്യേ. ഇനി ദാറ്റ് ഇംപ്ലൈസ് എന്താണ്? ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ. അങ്ങനെ പറയാൻ പറ്റുമോ? ഇത് ഒരു കേസ് ഓക്കെയാണ്, എ ഈക്വൽ ടു ബി എന്ന് പറയുന്നത് ഇവിടെ ബി ഈക്വൽ ടു എ ആകുമ്പോൾ ഓക്കെയാണ്. പക്ഷേ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്നത് ഓക്കെ ആണോ? അല്ല, അത് പറയാൻ പറ്റില്ല. അപ്പൊ നോട്ട് ഈക്വൽ ടു എലമെന്റ് ഓഫ് ആർ എന്ന് പറയേണ്ടി വരും. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ദാറ്റ് ഇംപ്ലൈസ് എന്ത്? ബി എ നോട്ട് എലമെന്റ് ഓഫ് ആർ എന്ന് പറയേണ്ടി വരും. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് നോട്ട് സിമെട്രിക്. ഓക്കെ അല്ലേ? എന്നിട്ട് പറയാം, സിമെട്രിക്കിന്റെ കേസ് ഒരു പ്രാവശ്യം കൂടി പറയാണ്. എ ബി ബിലോങ് ടു ആർ ഇംപ്ലൈസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എലമെന്റ് ഓഫ് ആർ. അപ്പൊ അതെന്ത് ഇംപ്ലൈ ചെയ്യും? ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എലമെന്റ് ഓഫ് എ ആർ ആണ്. പക്ഷെ നമുക്ക് ഈക്വലിന്റെ കേസ് ഓക്കെ ആണ്, പക്ഷെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കേസ് ഓക്കെ അല്ല. അതുകൊണ്ട് നമുക്ക് നോട്ട് ഈക്വൽ ടു എന്നേ പറയാൻ പറ്റുള്ളൂ. ദാറ്റ് ഇംപ്ലൈസ് ബി എ നോട്ട് എലമെന്റ് ഓഫ് ആർ ആണ്. Therefore it is not symmetric. ഓക്കെ അല്ലേ? അത് നമ്മൾ തെളിയിക്കാൻ പോകുന്നത് എന്താണ്? ട്രാൻസിറ്റീവ് ആണോ നോക്കാണ്. അത് എ ബി ബിലോങ് ടു ആർ ബി സി ബിലോങ് ടു ആർ എന്ത് ഇംപ്ലൈ ചെയ്യും? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. ദാറ്റ് ഇംപ്ലൈസ് എന്ന് പറയാം എ ലെസ് ദാൻ ഓർ ഈക്വൽ, ഇത് എലമെന്റ് ഓഫ് ആർ ആട്ടോ. ദാറ്റ് ഈസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് പറയാം. അത് എന്ത് ഇംപ്ലൈ ചെയ്യും? എ സി ബിലോങ് ടു ആർ എന്ന് പറയും. ഓക്കെ അല്ലേ? ഇതെങ്ങനെയാണെന്ന് നോക്കിയേ, എ ബി ബിലോങ് ടു ആർ, ബി സി ബിലോങ് ടു ആർ. That implies A less than or equal to B, B less than or equal to C, element of R. That implies A less than or equal to C. That implies AC belong to R. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ റിലേഷൻ എന്താണെന്ന് പറയാം? ട്രാൻസിറ്റീവ് ആണ്. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് +2 സ്റ്റുഡൻസിന് എത്തുന്ന രീതിയിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതിനകത്ത് ഓൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം, അത് മറന്നുപോലെ. ഓക്കെ, താങ്ക് യു.